ഉറവിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മ മകനോട് പറഞ്ഞ രഹസ്യം എന്താണ്? ഇന്ന് ധാരാളം ആളുകൾക്ക് രഹസ്യങ്ങൾ ഉണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ. കുമ്പസാരം രഹസ്യമെന്നാണ് പറയുന്നത്. രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് ഓരോ മനുഷ്യനും. ചില കാര്യങ്ങൾ കൂട്ടുകാരോട് പറയും, മാതാപിതാക്കളോട് പറയും. എന്നാൽ ആരോടും പറയാത്ത പല കാര്യങ്ങളും അവരുടെ ഹൃദയത്തിൽ ആഴമായി നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസ് സംവിധാനങ്ങളിലൂടെ, ടെക്നിക്കിലൂടെ ശാസ്ത്രീയമായ നിലയിൽ പറയുന്നത് ശരിയാണോ എന്നറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ട്. അത് നമ്മുടെ വിഷയത്തിൽ കടന്നു പോകുന്നില്ല. എന്നാൽ ഇവിടെ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ അമ്മ മകനോട് പറഞ്ഞൊരു രഹസ്യമുണ്ട്. അതാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരച്ഛനും അമ്മയ്ക്കും 2 മക്കളാണ്. മൂത്ത മകൻ കൃഷിക്കാരനും മൃഗപരിപാലനത്തിൻ്റെ ഉടമസ്ഥത ഏറ്റെടുത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുവാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു യൗവനക്കാരൻ. ഇളയ മകനും കൂട്ടുകാരുമായി നടക്കുന്ന പ്രായം. പറയത്തക്ക ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഇളയ മകൻ. പ്രായമാകുമ്പോൾ പഴയ നിയമ കാലഘട്ടങ്ങളിൽ മൂത്ത മകനെ വിളിച്ച് കൈവച്ച് അനുഗ്രഹിക്കും. അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കും, അവകാശങ്ങളും കൊടുക്കും. അടുത്ത തലമുറയെ ഭരിക്കുവാനും നടത്തുവാനും ഉപദേശിക്കുവാനും അതിനാവശ്യമായിരിക്കുന്ന അധികാരം കൊടുക്കുന്ന ഒരു കാര്യമാണ് അനുഗ്രഹം. ഒരു ബ്ലെസ്സിങ് കൊടുക്കുകയാണ്, അപ്പൻ്റെ അനുഗ്രഹം കൊടുക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും അനുഗ്രഹങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ദൈവദാസനായിരിക്കുന്ന ഇസഹാക്ക് പ്രായവും വാർദ്ധക്യവും തികഞ്ഞപ്പോൾ മൂത്ത മകനായിരിക്കുന്ന യേശാവിനെ അടുക്കൽ വിളിച്ച് അവനോട് പറഞ്ഞു, എനിക്ക് വെട്ടയിറച്ചി വേണം, റൊട്ടി വേണം, രുചികരമായ ഭക്ഷണം നീ എനിക്ക് ഒരുക്കി കൊണ്ടുവന്ന് എനിക്ക് തരണം. അത് കഴിച്ചിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അങ്ങനെ ആകട്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് യേശാവ് തൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ അമ്മ ചോദിച്ചു, മകനെ നീ വേട്ടയ്ക്ക് പോവുകയാണോ? അപ്പോൾ അപ്പൻ പറഞ്ഞു, വേട്ടയിറച്ചി കഴിച്ച് എന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ രുചികരമായ ഭക്ഷണത്തിന് വേണ്ടി ഒരു മൃഗത്തെ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോകുമ്പോൾ അമ്മയുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരാശയം. പെട്ടെന്ന് മകനെ വിളിച്ചു, യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ യാക്കോബെ, നിന്റെ ജ്യേഷ്ഠൻ കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് രുചികരമായ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഏത് വിധേനയും ആ അനുഗ്രഹം നീ വാങ്ങിയെടുക്കണം. അത് പ്രയാസമുള്ള കാര്യമാണ്, എങ്കിലും ഞാൻ നിന്നെ സഹായിക്കാം. അമ്മ ആ രഹസ്യം മകനോട് പറഞ്ഞു. ആ അനുഗ്രഹം നീ നേടിയെടുക്കണം. അമ്മ വേണ്ടതായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് മകന് അവൻ്റെതായിരിക്കുന്ന ശബ്ദത്തിനും മാറ്റം വരുത്തി, വസ്ത്രത്തിനും മാറ്റം വരുത്തി, ശരീര മാറ്റങ്ങൾ വരുത്തി അപ്പൻ്റെ അരികിൽ ഭക്ഷണവുമായി ചെന്നു. സംശയത്തോടുകൂടെ ആയിരുന്നു എങ്കിലും ചില സംശയങ്ങൾ നീക്കി യാക്കോബിനെ അനുഗ്രഹിച്ചു. അമ്മയുടെ തന്ത്രപരമായ നീക്കവും ബുദ്ധിയും ശക്തിയും കഴിവും അവിടെ വെളിപ്പെടുകയാണ്. ആ അനുഗ്രഹം മകന് ലഭിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷിച്ചു. അമ്മയും സന്തോഷിച്ചു, മകനും സന്തോഷിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ വരികയാണ്. വളരെ വേദനയോടെ, ദുഃഖത്തോടെയാണ് വാർത്ത മകൻ
കേട്ടത്. അപ്പോഴത്തേക്കും ഇളയ മകൻ സകലതും കൈക്കലാക്കിയിരിക്കുന്നു. ഇന്നും അനേക പ്രിയപ്പെട്ടവർ കൈക്കലാക്കിയ അവസ്ഥകൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അനേക കുടുംബങ്ങളിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് കാണാം. അതിൻ്റെതായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഭവനത്തിലുണ്ട്, വ്യക്തികളിലുണ്ട്, ജീവിതത്തിലുണ്ട്, കുടുംബത്തിൻ്റെ തകർച്ചയുണ്ട്. മാതാപിതാക്കൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത മക്കൾ, അവർക്ക് കൂടുതൽ കൊടുത്തു, ഇവർക്ക് കുറച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിക്കുന്ന അവസ്ഥകൾ ധാരാളം ഇന്ന് കണ്ടുവരികയാണ്. ഈ കാലഘട്ടങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു കാലഘട്ടമാണ്. അതിൽ പെടാതെ അമ്മയുടെ രഹസ്യം ഒരു കുടുംബത്തിൻ്റെ സഹോദരങ്ങളെ തകർത്ത് കളയുന്ന വിധത്തിൽ കടന്നു വരുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ തകർന്നതായിരിക്കുന്ന ഒരു കുടുംബത്തെ എനിക്കറിയാം. ഒന്നല്ല, ഒന്നിലധികം അറിയാം. രണ്ടല്ല, അതിലധികം അറിയാം. അതെ, അങ്ങനെ വരാതിരിക്കട്ടെ. സന്തോഷവും സൗഭാഗ്യവും നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.